സമയം ഇപ്പോൾ ഏകദേശം 10 മണിയായി കാണണം. ഗ്രാമത്തിൽ നിന്നും കുറച്ചു മാറി ഉണ്ടായിരുന്ന ഒരു നിലം അവിടുത്തെ ആളുകളെല്ലാം ചേർന്ന് ഉഴുതു മറിക്കുകയാണ്. അടുത്ത കൃഷിക്ക് വേണ്ടി നിലത്തെ തയ്യാറെടുപ്പിക്കുകയാണ്. ഗ്രാമത്തിൽ നിന്നും അവർ കൊണ്ടുവന്ന കന്നുകാലികളായിരിക്കണം അവരുടെ കൃഷിയിടത്തിന് സമീപത്ത് മേഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാമാന്യം വലിപ്പമുള്ള പശുക്കളായിരുന്നു അവ. കാര്യങ്ങളെല്ലാം പറഞ്ഞ് തമാശകളും പൊട്ടിച്ചിരികളുമായി അവർ നിലം ഉഴുതു മറിച്ചുകൊണ്ടിരുന്നു. കൊടുന്നനെ അത് സംഭവിച്ചു. അവരുടെ നിലത്തിന് ഒരു വശത്തു നിന്നും പശുവിന്റെ അലർച്ചകൾ കേട്ടു. അതിന്റെ കൂടെ ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനവും. ശബ്ദം കേട്ട ദിക്കിലേക്ക് സ്വാഭാവികമായി അവർ തിരിഞ്ഞു നോക്കി. അവർ ആ കാഴ്ച കണ്ടു. ഒരു വെളുത്ത നിറമുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു പശുവിന്റെ പുറത്തേക്ക് മഞ്ഞ ഉടലിൽ കറുത്ത വരകളോടുകൂടിയ സാമാന്യം വലിപ്പമേറിയ ഒരു കടുവ ചാടി വീണിരിക്കുകയാണ്. ചുറ്റുമുള്ള മറ്റ് കിടാക്കളും പശുക്കളും എല്ലാം ചിതറി അവിടുന്ന് നാലുപാട് മൂടി കരഞ്ഞുകൊണ്ട്. എന്തു ചെയ്യണമെന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്ന കർഷകർ അവിടെ ഉണ്ടായിരുന്ന കല്ലുകളും മറ്റും ആ കടുവയ്ക്ക് നേരെ വലിച്ചെറിഞ്ഞു. ഏറുകൾ എത്ര കൊണ്ടിട്ടും കടുവ തന്റെ ഇരയെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. കുറച്ച് കർഷകർ ചേർന്ന് അവരുടെ കൈവശം ഉണ്ടായിരുന്ന നീളമേറിയ വടികൾ എടുത്തുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് പോയി ആ കടുവയെ അടിച്ചോടിക്കുവാൻ വേണ്ടി 2-3 പേർ അടിക്കുകയും ചെയ്തു. അവർ ആദ്യം കരുതിയത് 2-3 അടിയും ഈറും കൊള്ളുമ്പോൾ കടുവ തന്റെ ഇരയെ ഇട്ടിട്ട് ഭയന്ന് പോകുമെന്നാണ്. എന്നാൽ അവിടെ അവർക്ക് തെറ്റി. ആ കടുവ ഒട്ടും ഭയന്നില്ല എന്നു മാത്രമല്ല, തന്നെ ആരാടാ ഭയപ്പെടുത്തുവാൻ എന്ന മട്ടിലായിരുന്നു പിന്നീട് അത് പ്രതികരിച്ചത്. തന്റെ ഇരയുടെ ജീവൻ എപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ കടുവ തന്റെ ഇരയിൽ നിന്നും പിടിവിട്ടു. തന്നെ അടിച്ച, തന്നെ കല്ലെറിഞ്ഞ ഗ്രാമത്തിലെ ആളുകളെ ഭയപ്പെടുത്തുവാൻ തന്നെയായിരിക്കണം പിന്നീട് അവൻ തീരുമാനിച്ചത്. ഉഗ്രത്തിൽ ഗർജിച്ചുകൊണ്ട് ചത്തുകിടന്ന പശുവിന്റെ മുകളിലൂടെ അവൻ ചാടി. പിന്നീട് അവനെ ഉപദ്രവിച്ച കർഷകർക്ക് നേരെ അവൻ ചാർജ് ചെയ്ത് അലറിക്കൊണ്ടെടുത്തു. അവന്റെ ഉഗ്രമായ ഗർജനവും അവന്റെ ചാർജ് ചെയ്തുള്ള വരവും കണ്ട് ആ കൃഷിയിടത്തിൽ ഉണ്ടായിരുന്നവർ എല്ലാം ഭയന്നു. നൊടിയിട കൊണ്ട് ആ കൃഷിയിടം കാലിയായി. ആളുകൾ നാലുപാടം ചിതറിയോടി. പിന്നെ ആ കടുവ അവിടെ ഇട്ട് തന്നെ അവൻ പിടിച്ച ഇരയായി തീർന്ന പശുവിനെ ഭക്ഷിച്ചു. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് MM ഇസ്മയിലിന്റെ ഒരു വേട്ടക്കഥയാണ്. അതിസാഹസികമായി അദ്ദേഹം നടത്തിയ ഒരു വേട്ട അനുഭവത്തിന്റെ കഥ, പലഷ് ഘാട്ടയിലെ കടുവയുടെ കഥ. നമ്മൾ ഇന്ന് ചെയ്യുവാൻ പോകുന്ന ഈ കഥ അത്യാവശ്യം വലിയ കഥയായതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. പലാഷ്കട്ടിലെ കടുവയെ കുറിച്ചുള്ള വിവരം ഞാൻ ആദ്യം അറിയുന്നത് എൻ്റെ ഒരു ട്രാക്കറും അതുപോലെ തന്നെ എൻ്റെ ഒരു ഇൻഫോമറുമായ കനയ്യ എന്ന ആൾ വഴിയാണ്. അയാളുടെ ഗ്രാമത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എനിക്കുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി തരുന്നത് കനയ്യയാണ്. മൃഗങ്ങളെ ട്രാക്ക് ചെയ്യുവാനും അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുവാനും എല്ലാം സഹായിക്കുന്നത് അദ്ദേഹമാണ്. അയാൾ വഴിയാണ് ഞാൻ ഈ കടുവയെ പറ്റി അറിഞ്ഞത്. കലാഷ്കട്ട് ഒരു ചെറിയ പട്ടണമാണ്. അവിടെ നിന്നും 14 മൈൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മഹൂസിൻ എന്ന ഒരു കൺട്രോൾമെന്റ് ഏരിയയിൽ എത്തിച്ചേരും. ഇവിടെ നിന്നും 2 മൈൽ കൂടി സഞ്ചരിച്ചാൽ ചോട്ടാജാം എന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേരാം. അവിടേക്ക് പോകുന്ന വഴി വളരെ മോശമൊന്നുമല്ല. കാരണം കുറച്ചു മാസങ്ങൾക്ക് മുന്നെയാണ് ഞാൻ അവിടേക്ക് പോയത്. വനത്താൽ ചുറ്റപ്പെട്ടാണ് ഈ പ്രദേശങ്ങൾ അത്രയും നിൽക്കുന്നത്. ഞാൻ അവിടേക്ക് പോയതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ പ്രദേശത്തെ കാടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും പിന്നെ ചെറിയൊരു നായാട്ടിനും വേണ്ടിയാണ് ഞാൻ അവിടേക്ക് പോയത്. ഞാൻ അവിടേക്ക് പോകുമ്പോൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നത് .22 റൈഫിലാണ്. കനയ്യ പറഞ്ഞത് പ്രകാരം ആ വനത്തിൽ ധാരാളം പ്രാവുകളെയും കാട്ടുകോഴികളെയും കാണാൻ സാധിക്കും. അവയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഞാൻ ആ വനത്തിലേക്ക് പോയത്. ഞാൻ പോയ ആ പ്രദേശത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ധാരാളം പാറക്കെട്ടുകളും അതുപോലെ തന്നെ വരണ്ട പ്രദേശവുമായിരുന്നു. ഇവിടെ എനിക്ക് ധാരാളം കള്ളിമുള്ളി ചെടികൾ വളർന്നു നിൽക്കുന്നത് കാണാൻ സാധിച്ചു. ദാക്ക് എന്ന ഒരിനത്തിൽപ്പെട്ട മരമാണ് ഈ പ്രദേശമാകെ കാണാൻ സാധിക്കുന്നത്. എൻ്റെ കൂടെ വന്ന ട്രാക്കർ പറഞ്ഞതും അവിടുത്തെ ഗ്രാമീണർ പറഞ്ഞതനുസരിച്ചും ദാക്ക് എന്ന മരം പുഷ്പിക്കാറുണ്ട്. ചുവന്ന നിറമാണ് അവയുടെ പൂക്കൾക്ക്. ഈ വനമാകെ ദാക്ക് എന്ന മരമാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നില്ലേ. അങ്ങനെയുള്ള ഈ ദാക്ക് എന്ന മരങ്ങളിലെല്ലാം ചുവന്ന നിറത്തിലുള്ള പൂക്കൾ പൂവണിഞ്ഞു നിൽക്കുമ്പോൾ അത് കാണുന്ന കാഴ്ചക്കാർക്ക് വനമാകെ കാട്ടുതീ പടർന്നു നിൽക്കുന്നത് പോലെ തോന്നും. കരോണ്ട എന്ന ഒരിനം കുറ്റിച്ചെടികൾ ഈ പ്രദേശത്ത് ധാരാളമായി കാണാൻ സാധിക്കും.
വേനൽക്കാലമായാലും ഈ പ്രദേശത്തെ അവ പച്ച പുതപ്പിക്കും. അതുപോലെ അതിലുണ്ടാകുന്ന പൂക്കൾക്ക് അതിമനോഹരമായ ഗന്ധമാണുള്ളത്. ആ താഴ്വാരമാകെ അതിമനോഹരമായ ഗന്ധവും ഇത് പരത്തും. ധാക് എന്ന മരത്തിന് അവിടുത്തെ ആളുകൾ പലാഷ് എന്നും വിളിക്കാറുണ്ട്. ഈ പ്രദേശത്ത് ധാരാളം ധാക് മരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഗ്രാമത്തെ പലാഷ് ഘാട്ട് എന്ന് വിളിക്കുന്നത്. കുന്നുകളും പാറക്കെട്ടുകളും നിറഞ്ഞ പ്രദേശമാണ്. മലയോര പ്രദേശങ്ങളിൽ നിന്നും ധാരാളം കാട്ടരുവികൾ ഇവിടെ ഒഴുകിയെത്താറുണ്ട്. ഇതുവഴി നമ്മൾ കടന്നു പോകുന്ന പാതകൾ അതീവ ദുർഘടമായ പാതകളാണ്. അതിന് കാരണം ഈ പ്രദേശത്തിന്റെ ഭൂഘടന തന്നെയാണ്. ധാരാളം പാറക്കല്ലുകളും പാറക്കെട്ടുകളും നിറഞ്ഞ വഴികളിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടി വരിക. ഈ ഗ്രാമത്തിൽ നമുക്ക് കൃഷിയിടങ്ങൾ കാണുവാൻ സാധിക്കും. പരുത്തി കൃഷിയാണ് ഇവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ കൂടുതലും ചെയ്യുന്നത്. അവർക്കായുള്ള നിലം അവർ ഒരുക്കിയിരിക്കുന്നത് പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങളുടെയും അതുപോലെ കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശങ്ങളുടെയും ഇടയിലാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ പ്രദേശം അവർ കണ്ടെത്തുകയും അത് കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാക്കി മാറ്റുകയും നിലം ഉഴുതുമറിക്കുകയും ചെയ്യും. ഇങ്ങനെ ഉഴുതുമറിച്ചിട്ടേക്കുന്ന പ്രദേശം ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കറുത്ത പൊട്ടുകൾ പോലെയാണ് തോന്നുന്നത്. ഗ്രാമത്തിലെ ജനത അവരുടെ ആടുമാടുകളെ മേയ്ക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള കുന്നും പ്രദേശത്തും പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തും അതുപോലെ കുറ്റിക്കാടുകളിലും എല്ലാമാണ്. വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി അവരുടെ ആടുമാടുകൾ ഒറ്റയ്ക്കും പറ്റമായും അവിടെയെല്ലാം മേഞ്ഞു നടക്കുന്നു. ഗ്രാമത്തിൽ നിന്നും പോകുന്നവരുടെ കുട്ടികളെ പോലും അവർ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. ആടുകളെയും മാടുകളെയും മേയ്ക്കുവാൻ വേണ്ടി അവരുടെ കുട്ടികളും അവരെ സഹായിക്കാറുണ്ട്. ഞാൻ ഈ ഗ്രാമീണ പ്രദേശങ്ങളിൽ പോകുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. ആടുമാടുകൾ ഇവിടെയെല്ലാം സ്വതന്ത്രമായി വിഹരിച്ച് നടക്കുന്നു. എന്നിട്ടും വനമിറങ്ങി കടുവകളോ പുലികളോ ഒന്നും ഇവരുടെ ഗ്രാമത്തെ ആക്രമിക്കുവാനോ അവരുടെ ആടുമാടുകളെ ഇടിച്ചുകൊണ്ടു പോകുവാനോ വരുന്നില്ല എന്ന്. എന്നാൽ ഞാൻ ചിന്തിച്ചത് ഇന്ന് സത്യമായിരിക്കുന്നു. ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ വനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ പ്രദേശത്തെ വനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കടുവകളുടെയും അതുപോലെ തന്നെ പുള്ളിപ്പുലികളുടെയും കാൽപ്പാടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ടിരിക്കുന്നത് വലിയ പുള്ളിപ്പുലികളുടെ കാലടയാളങ്ങളാണ്. ഇവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ ആ പുള്ളിപ്പുലികളെ വിളിക്കുന്നത് ഗുൽഭാഗ് എന്നാണ്. ഇങ്ങനെയുള്ള വലിയ പുള്ളിപ്പുലികൾ വനത്തിനുള്ളിൽ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവയാണ്. എന്നാൽ ഗ്രാമത്തിന്റെ അതിലൂടെ നടന്നു പോകുമ്പോൾ നമുക്കിടയ്ക്കിടെ ചെറിയ പുള്ളിപ്പുലികളുടെ കാലടയാളങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള പുള്ളിപ്പുലികൾ ഗ്രാമത്തിന്റെ സമീപ പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. അവ ലക്ഷ്യമിടുന്നതോ ഗ്രാമീണർ വളർത്തുന്ന ചെറിയ വളർത്തുമൃഗങ്ങളെയും. അവയൊന്നും ഇതുവരെയും ഗ്രാമത്തിലെ ആരെയും തന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ ഗ്രാമത്തിലെ ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതുവഴി സഞ്ചരിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്നും ഗ്രാമത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ എനിക്ക് കടുവയുടെ കാൽപ്പാടുകൾ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. ഞാൻ ഇങ്ങനെ അവിടുത്തെ ആളുകളോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ ഗ്രാമീണർ എന്നോട് പറഞ്ഞത് ഇതാണ്: ഞങ്ങളും ഇതുവരെയും ഒരു കടുവയെ ഈ വനത്തിൽ കണ്ടിട്ടില്ല. എന്നാൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ വനത്തിൽ കടുവകളുണ്ടെന്ന്. എന്നാൽ അവയുടെ ഗർജനങ്ങൾ പോലും ഞങ്ങളുടെ കാതുകളിൽ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ കനയ്യയും കൊണ്ട് ഗ്രാമത്തിന് ചുറ്റുമുള്ള വനപ്രദേശങ്ങളിലൂടെ എല്ലാം നടന്നിരുന്നു. കനയ്യയ്ക്ക് എന്നോട് എന്തോ ഒന്ന് പറയാനുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളതെന്ന്. കനയ്യ എന്നോട് പറഞ്ഞു, ഞാനിത് പറഞ്ഞിട്ട് ആരും എന്നെ വിശ്വസിക്കുന്നില്ല. എങ്കിലും താങ്കളോട് ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. താങ്കൾക്ക് ഒരുപക്ഷെ ഇത് മനസ്സിലാകും. ഞാൻ ഈ വിവരം താങ്കളെ അറിയിച്ചതാണ്. 10-15 ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഏതോ ഒരു മൃഗം, അജ്ഞാത മൃഗം ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഗ്രാമീണരുടെ സമ്പത്തായ കന്നുകാലികളെ വേട്ടയാടുന്നു. നിരവധി എരുമകളെയും പശുക്കളെയും കാളകളെയും ഇതിനോടകം തന്നെ അവൻ കൊണ്ടുപോയി. ഞാൻ താങ്കളെ അറിയിച്ചത് സത്യം തന്നെയാണ്. ഞാൻ കണ്ടതാണ് ആ വലിയ കടുവയെ. എന്നാൽ ഇത് ഇവിടുത്തെ ഗ്രാമീണരോട് പറഞ്ഞിട്ട് ആരും തന്നെ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളും പറഞ്ഞത് ഇത് തന്നെയല്ലേ? ഈ ഗ്രാമത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നൊന്നും കടുവയുടെ കാലടയാളങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്ന്. നിങ്ങൾ കണ്ടതോ ചെറിയ പുള്ളിപ്പുലികളുടെ പക്മാർഗുകളും. നീ എവിടെ വെച്ചാണ് ഈ കടുവയെ കണ്ടതെന്ന് ഞാൻ അവനോട് ചോദിച്ചു. പലാഷ് ഘട്ടിനടുത്ത് വെച്ചാണെന്ന് അവൻ മറുപടി നൽകി. നീ എന്തുകൊണ്ടാണ് അവിടെ വെച്ച് കണ്ട കാര്യം ഇതിനു മുന്നേ എന്നെ അറിയിക്കാത്തതെന്ന് ഞാൻ അവനോട് ആരാഞ്ഞു. അല്പസമയം അവൻ മിണ്ടാതെ നിന്നു. പിന്നീട് അവൻ മറുപടി നൽകി.
എൻ്റെ സഹോദരൻ്റെ വിവാഹത്തിന് പോയതുകൊണ്ടാണ് താങ്കളെ എനിക്ക് ഈ വിവരം അറിയിക്കുവാൻ സാധിക്കാത്തതെന്ന്. എന്നാൽ എനിക്കിവനെ നല്ല പോലെ തന്നെ അറിയാം കനയ്യെ. അവൻ അങ്ങനെ ഒരു സഹോദരൻ ഇല്ലെന്നും എനിക്ക് തീർച്ചയാണ്, എനിക്ക് ഉറപ്പുള്ള കാര്യവുമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അവൻ ഈ വിവരം എന്നോട് പറയാഞ്ഞത്? കനയ്യ നല്ലൊരു മനുഷ്യനാണ്, അതിനുപരി നല്ലൊരു ട്രാക്കർ കൂടിയാണ്. വനത്തിൽ മൃഗങ്ങളെ ട്രാക്ക് ചെയ്യുവാൻ ഇവനോളം വരുന്ന ആരും തന്നെ അവരുടെ ഗ്രാമത്തിൽ ഇന്നില്ല. ഇവൻ മൃഗങ്ങളെ ട്രാക്ക് ചെയ്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. വ്യക്തമായി കൃത്യമായി അവൻ ആ മൃഗത്തെ ട്രാക്ക് ചെയ്യുകയും അതിൻ്റെ വിവരങ്ങൾ നൽകുകയും ചെയ്യും. വർഷങ്ങളായി അദ്ദേഹത്തെ എനിക്കറിയാം. ഞാൻ ഇവിടെ നായാട്ടിന് വരുമ്പോഴെല്ലാം ഞാൻ ഇവനെ ഒരു ട്രാക്കറായി കൊണ്ടുപോകാറുണ്ട് വനത്തിലേക്ക്. അവൻ ട്രാക്കിംഗ് ജോലി മാത്രമല്ല ചെയ്യുന്നത്, പോകുന്ന വഴിയിൽ എന്തെല്ലാം ജോലികളുണ്ടോ അതെല്ലാം അവൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുകയും കൃത്യമായി അത് തീർക്കുകയും ചെയ്യും. എന്നാൽ അവൻ എന്നാണോ മദ്യപാനം തുടങ്ങിയത് അന്ന് തൊട്ട് കാര്യങ്ങൾ മൊത്തത്തിൽ തലകീഴായി മറിഞ്ഞു. അവൻ പതിയെ പതിയെ പരുക്കം സ്വഭാവമുള്ള ഒരാളായി തീരുകയായിരുന്നു, ഒരു ധാർഷ്ട്യക്കാരൻ. എന്നാൽ അവനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തു പോകുകയാണെങ്കിൽ അവൻ്റെ ജോലികൾ ഇപ്പോഴും അവൻ കൃത്യമായി തന്നെ ചെയ്യും. എന്നോട് ഇതുവരെ അവൻ ധാർഷ്ട്യക്കാരനായി പെരുമാറിയിട്ടില്ല, ഉത്തരവാദിത്തമുള്ളവനെ പോലെയാണ് പെരുമാറിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ ഒരു ട്രാക്കറായി ഞാൻ അവനെ കൂടെ കൂട്ടുവാൻ ആഗ്രഹിക്കുന്നത്. പലാഷ്കട്ട് ഗ്രാമത്തിന് ഏകദേശം 1/2 മൈൽ മുന്നായി ഒരു ചെറിയ കാളവണ്ടി ജംഗ്ഷനുണ്ട്. ഞാൻ വന്ന വഴി നേരെ ഗ്രാമത്തിലേക്കാണ് എത്തിച്ചേർന്നത്. ഗ്രാമത്തിൻ്റെ വലതുവശത്തേക്ക് ഒരു പാത കടന്നു പോകുന്നുണ്ട്. ഏകദേശം 9 മൈൽ നീളമുണ്ട് ആ പാതയ്ക്ക്. അതെത്തിച്ചേരുന്നത് ഒരു ഡെഡ് എൻഡിലാണ്. അവിടെ വഴി അവസാനിക്കുകയാണ്. പിന്നെ ഗ്രാമത്തിൽ നിന്നും ഒരു വഴി കടന്നു പോകുന്നത് വനത്തിൻ്റെ അരികിലേക്കാണ്. ആ പാത ഉപയോഗിക്കുന്നത് വനത്തിൽ നിന്നും വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അങ്ങനെ വിറക് ശേഖരിച്ചു കൊണ്ടുവരുന്ന ആ പാത ചെന്ന് അവസാനിക്കുന്നത് ഒരു ജംഗ്ഷനിലാണ്. ആ ജംഗ്ഷനെ ട്രാക്ക് ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. അവിടെ വലിയൊരു ആൽമരമുണ്ട്. അവിടേക്ക് ഈ ട്രക്കുകൾ വന്നെത്തും. വനത്തിൽ നിന്നും കാളവണ്ടികളിൽ ശേഖരിച്ചു കൊണ്ടുവന്ന വിറകുകൾ ആ ട്രക്കിലേക്ക് ലോഡ് ചെയ്യും. അവിടെ നിന്ന് ലോഡ് കയറ്റിയ ട്രക്കുകൾ ഗ്രാമത്തിന് പുറത്തേക്ക് പോകും. വനത്തിൽ നിന്നും ജംഗ്ഷനിലേക്കും ജംഗ്ഷനിൽ നിന്നും വനത്തിലേക്കും നിരന്തരമായി കാളവണ്ടികൾ ഓടി. കാളവണ്ടികളുടെ ഇരുമ്പ് കെട്ടിയ ചക്രങ്ങൾ താന്ന് ഒരടി ആഴത്തിലുള്ള കുഴികൾ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. അതിലെല്ലാം പൊടിമണലുകൾ നിറഞ്ഞിരിക്കുന്നു. നമ്മൾ മുന്നേ പറഞ്ഞ ആ ട്രക്ക് ജംഗ്ഷനിൽ ആ വലിയ ആൽമരമുള്ള ആൽമരത്തിന്റെ താഴെ കനയ്യയും ഫോറസ്റ്റ് ഗാർഡും ഗ്രാമത്തലവനും കുറച്ച് ഗ്രാമീണരും എനിക്ക് വേണ്ടി കാത്തു നിന്നു. അവരുടെ കാത്തിരിപ്പിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് എൻ്റെ പഴയ ഫോർഡ് കാറിൽ ഞാൻ അവിടേക്ക് പാഞ്ഞെത്തി. ഞാൻ അവരുടെ അരികിലേക്ക് അടുക്കും തോറും അവർ ആൽമരത്തിന് ചുവട്ടിൽ നിന്നും എഴുന്നേറ്റ് എന്നെ കൈകൾ കൊണ്ട് കാർ നിർത്തുവാൻ ആവശ്യപ്പെട്ടു. വണ്ടി ഓടി വന്ന് കയറുവാൻ പോകുന്ന പാതയിൽ എന്തോ കാത്തു വെച്ചിരിക്കുന്നത് പോലെയായിരുന്നു അവർ എൻ്റെ കാറ് നിർത്തിച്ചത്. ഞാൻ കാറ് നിർത്തുകയും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്തു. പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ തന്നെ അത് ദൃശ്യമായിരുന്നു. കടുവ മണ്ണിൽ കുളിച്ചതിൻ്റെ പാടുകളായിരുന്നു അത്. അവൻ അവിടെ നല്ലൊരു മണ്ണുകുളി നടത്തിയിരിക്കുന്നു. അവൻ്റെ ശരീരത്ത് പറ്റിയിരിക്കുന്ന ചെള്ളുകളെയും കീടങ്ങളെയും അകറ്റുവാൻ വേണ്ടിയാണ് അവനിങ്ങനെ മണ്ണുകുളി നടത്തിയത്. ഞാൻ നിഗമനത്തിൽ എത്തിച്ചേർന്നു. കടുവ അവിടെ മണ്ണിൽ കടന്ന് ഉരുണ്ടു പെരേണ്ടതിൻ്റെ പാടും പിന്നെ വലിയ കാലടയാളങ്ങളും അവിടെ ദൃശ്യമായിരുന്നു. ഞാൻ കാലടയാളങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു. ആൺകടുവയുടെ വലിയ കാലടയാളമായിരുന്നു അവിടെ ഞാൻ കണ്ടത്. കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു ചെന്നപ്പോൾ അവിടെ മറ്റ് 2 കാലടയാളം കൂടെ കണ്ടെത്തി. അത് പെൺകടുവയുടേതായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ എത്തിയപ്പോൾ സ്ഥിതിഗതികൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കനയ്യ പറഞ്ഞത് ആർക്കും വിശ്വാസമില്ലായിരുന്നു. കടുവയുടെ സാന്നിധ്യം പോലും അന്ന് ആർക്കും അറിയുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ അങ്ങനെയല്ല. കനയ്യയും ഫോറസ്റ്റ് ഗാർഡും അതുപോലെ ഗ്രാമത്തലവനും എൻ്റെ അരികിലേക്ക് വന്നു. അവർ ഒരുപോലെ തന്നെ പറഞ്ഞു, ഈ കാലടയാളങ്ങൾ, ഈ ട്രാക്കുകൾ തലേന്ന് രാത്രിയിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. ഇതിനു മുന്നേ ഇങ്ങനെയുള്ള കാലടയാളങ്ങളൊന്നും ഇവിടെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്നും അവർ ഒരുപോലെ പറഞ്ഞു. അതുമാത്രമല്ല, ഇതുകൂടി അവർ കൂട്ടിച്ചേർത്തു. ഈ ആൺകടുവ മാത്രമല്ല ഉള്ളത്, അതിൻ്റെ കൂടെ അതിൻ്റെ ഇണയുമുണ്ട്. ഇപ്പോൾ അവർ ഒരുമിച്ചാണ് ഗ്രാമത്തിന്റെ സമീപത്ത് തമ്പടിച്ചിരിക്കുന്നത്. ഫോറസ്റ്റ് ഗാർഡായ ബിർജ പിന്നീട് എന്നോട് സംസാരിച്ചു. അയാൾ പതിയെ പെൺകടുവയുടെ കാലടയാളം കണ്ട ഭാഗത്തേക്ക് നടന്നു. അയാൾ പറഞ്ഞു, ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, ഈ പെൺകടുവ 1 2 അല്ലെങ്കിൽ 3 ദിവസങ്ങൾക്ക് മുന്നേ മാത്രമാണ് ഈ ആൺകടുവയോടൊപ്പം ചേർന്നത്.
ഇതിനു മുന്നേ ഈ ആൺകടുവ ഒറ്റയ്ക്കായിരിക്കണം ഗ്രാമത്തിലേക്ക് കടന്നു വന്നതും ധാരാളം മൃഗങ്ങളെ കൊന്നു തള്ളിയതും. പെൺകടുവയെ ആകർഷിക്കുവാൻ വേണ്ടി ആയിരുന്നില്ല അതൊന്നും. ഫോറസ്റ്റ് ഗാർഡ് തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. പിന്നെ സംസാരിച്ചത് ഗ്രാമത്തലവനാണ്. ഞങ്ങൾ കേട്ടതാണ് വളരെ വ്യക്തമായി തന്നെ. ആൺകടുവയുടെയും പെൺകടുവയുടെയും ഇണചേരലിനായുള്ള വിളികൾ, അതും 2 വ്യത്യസ്ത ദിശകളിൽ നിന്നും. അത് ഒരുപാട് സമയം അലർച്ചകൾ അങ്ങനെ ഉയർന്നു കേൾക്കാം വനത്തിനുള്ളിൽ നിന്നും. ഭയം കാരണം കഴിഞ്ഞ 5 ദിവസങ്ങളായി ഞങ്ങൾ ഞങ്ങളുടെ മൃഗങ്ങളെ ഒന്നും മേയ്ക്കുവാൻ കൊണ്ടുപോയിട്ടില്ല. ഞങ്ങളുടെ വീടുകളിലെ സ്ത്രീകളെ ഒന്നും ഞങ്ങൾ പുല്ലു പറിക്കുവാനോ വിറക് ശേഖരിക്കുവാനോ വിട്ടിട്ടില്ല. ഇതുകൂടി ഞങ്ങൾ ചേർത്ത് പറയുകയാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളായി ഗ്രാമത്തിലോ ഗ്രാമത്തിന്റെ സമീപ പ്രദേശങ്ങളിലോ ഒരു വളർത്തു മൃഗത്തെ പോലും ആ കടുവ കൊന്നിട്ടില്ല. ഫോറസ്റ്റ് ഗാർഡായ മിർജയായിരുന്നു. കടുവയുടെ ഈ പ്രകടമായ കാലടയാളങ്ങളും അവൻ മണ്ണുകുളി നടത്തിയ പാടും അറിയിക്കുവാൻ വേണ്ടി പലാഷ്കട്ടിൽ നിന്നും 14 മൈലോളം സഞ്ചരിച്ച് മഹൂസിലെത്തി എന്നെ വിവരം അറിയിച്ചത്. ഞാൻ ഉടനെ തന്നെ ഇവിടുന്ന് പുറപ്പെടുകയാണെന്ന് അയാളോട് പറഞ്ഞിരുന്നു. ഞാൻ വരുന്നുണ്ട് എന്ന വിവരം കനയ്യയെയും ഫോറസ്റ്റ് ഗാർഡ് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കനയ്യ ആ വലിയ ആൽമരത്തിന്റെ ചുവട്ടിലേക്ക് വന്നപ്പോൾ അവൻ ഒരു ചെറിയ എരുമക്കുട്ടിയെയും കൊണ്ടായിരുന്നു അവിടേക്ക് വന്നത്. അത് ആ വലിയ ആൽമരത്തിലേക്ക് വലിച്ചു കെട്ടിയിരുന്നു. അതുകൊണ്ടൊന്നും അവൻ അടങ്ങിയിരുന്നില്ല. കനയ്യ ആ വലിയ ആൽമരത്തിന്റെ മുകളിൽ എനിക്കിരിക്കുവാൻ വേണ്ടി നല്ല ഉയരത്തിൽ ഒരു മച്ചാനും കെട്ടിയിരുന്നു. അത് നല്ല ഉയരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. വന്നപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ അന്നത്തെ രാത്രിയിൽ ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി ആ മരത്തിന്റെ മുകളിൽ മച്ചാൽ കെട്ടുമെന്ന് പറയുമെന്ന് അവൻ കരുതിയിരുന്നു. ഞാൻ ആ മച്ചാനിന് പുറത്ത് കയറിയിരുന്ന് അന്നത്തെ രാത്രിയിൽ ആ എരുമക്കുട്ടിയെ കെണിവെച്ച് കടുവയെ പിടിക്കുമെന്ന് അവൻ ചിന്തിച്ചിരുന്നു. ഞാൻ അതിന് സമ്മതം മൂളുമെന്നോ ഞാൻ എന്തു പറയുമെന്നോ ഞാൻ എന്ത് ചെയ്യുമെന്നോ എന്നതിലൊന്നും അവൻ ഒട്ടും ആകുലപ്പെടുത്തിയില്ല. കനയ്യയും ഭയത്തിലായിരുന്നു. കാരണം അവനും ഒരുപാട് വളർത്തു മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ആ കടുവ ഇപ്പോൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അവരുടെ ഗ്രാമത്തിന് ചുറ്റുമാണ്. സാന്നിധ്യം വളരെയധികം അറിയുവാൻ സാധിച്ചു. അവനും ഭയത്തിൽ തന്നെയാണ്. ഞാൻ അവിടെ എത്തി. ആളുകളോടെല്ലാം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കനയ്യ എൻ്റെ അരികിൽ വരുന്നതും ഈ പദ്ധതിയെപ്പറ്റി എന്നോട് പറയുന്നതും. അവൻ കൊണ്ടുവന്ന എരുമക്കുട്ടിയെ എന്നെ കാട്ടിത്തന്നു. അവൻ അവിടെ എനിക്ക് വേണ്ടി തയ്യാറാക്കിയ ആ മച്ചാലും എന്നെ കാട്ടിത്തന്നു. അവന്റെ പദ്ധതി ഇതായിരുന്നു: ഞാൻ മച്ചാനിൽ കയറിയിരിക്കണം. മച്ചാൻ അത്യാവശ്യം നല്ല ഉയരത്തിലാണുള്ളത്. എനിക്ക് കാണാൻ പാകത്തിൽ അവിടെ നിന്നും കുറച്ചു ദൂരം മാറിയുള്ള ഒരു കുറ്റിയിന്മേൽ ആ എരുമക്കുട്ടിയെ കെട്ടിയിടും. രാത്രിയിൽ കടുവ ഇതിനെ പിടിക്കുവാൻ വേണ്ടി ഇവിടേക്ക് വരുമ്പോൾ അതിനെ അടിച്ചിടണം. ഇതായിരുന്നു അവന്റെ പദ്ധതി. എന്നാൽ ഞാൻ ഒട്ടും തയ്യാറെടുപ്പിലായിരുന്നില്ല അവിടേക്ക് എത്തിയത്. എൻ്റെ കൈവശം റൈഫിലും ടോർച്ചും ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് കഴിക്കുവാനോ കുടിക്കുവാനുള്ള ചായയോ ബിസ്ക്കറ്റോ ഒന്നും ഞാൻ എൻ്റെ കയ്യിൽ കരുതിയിരുന്നില്ല. അതുമാത്രമല്ല, ആദ്യം കനയ്യ പറഞ്ഞ് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പോൾ കനയ്യ ഈ കടുവയെ കണ്ടു എന്ന വിവരം എന്നോട് പറഞ്ഞിരുന്നു. വലിയൊരു കടുവയെ കണ്ടുവെന്നും അവൻ വ്യക്തമായി തന്നെ അവൻ അറിവുള്ള കാര്യമാണെന്നും ഈ കടുവ ധാരാളം കന്നുകാലികളെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോയി എന്നുമെല്ലാം പറഞ്ഞത് അവൻ പറഞ്ഞതിന് ശേഷം ഞാൻ ഈ കടുവയെ പറ്റി നല്ല രീതിയിലൊന്ന് അന്വേഷിച്ചിരുന്നു. എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്: ആ കടുവ വിശന്നിട്ട് മാത്രമല്ല അവൻ ഇങ്ങനെ വേട്ടയാടിയത്, അതും ഇങ്ങനെ മൃഗീയമായി വേട്ടയാടിയത്. ഒരു ദിവസം തന്നെ 3 പശുക്കളെ വരെ അവൻ കൊന്നു തള്ളിയിട്ടുണ്ട്. സാധാരണ കടുവകൾ തൻ്റെ ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ മാംസം ഭക്ഷിച്ചതിന് ശേഷം പിന്നീടും ഇരയിലേക്ക് മടങ്ങിയെത്താറുണ്ട്. എന്നാൽ ഈ കടുവയ്ക്ക് തികച്ചും വ്യത്യസ്തമായി ആ സ്വഭാവ ഗുണങ്ങളൊന്നും തന്നെ ഇല്ല. അവൻ പിടിച്ചിട്ട ഇരയെ ഒന്ന് ഭക്ഷിച്ചതിന് ശേഷം അവിടേക്ക് മടങ്ങിയെത്തുന്ന സ്വഭാവം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് മറ്റൊരു സംഭവം അവിടെ ഉണ്ടായി. അത് നമ്മുടെ കഥയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതാണ്. അത് ഒന്ന് സൂചിപ്പിക്കാം. ആ കടുവ തികഞ്ഞ ധൈര്യശാലിയാണ്. അവന് ഭയം എന്നത് അറിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ കൃഷിയിടത്തിൽ അത്രയും പേര് നിന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് അവൻ ആ കന്നുകാലിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അവനെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ നോക്കിയവർക്ക് നേരെ അവൻ ചീറിയെടുത്തത്. സാധാരണയായി പറയുകയാണെങ്കിൽ കടുവയും പുലിയും അവരുടെ വിശപ്പ് മാറുന്നത് വരെ മാത്രമേ ഇരയുടെ മാംസം ഭക്ഷിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അതിട്ടിട്ട് മറ്റെവിടേക്കെങ്കിലും പോകും. പിന്നെ വിശക്കുമ്പോൾ ഇരയിലേക്ക് തന്നെ മടങ്ങിയെത്തും. എന്നാൽ പലപ്പോഴും കടുവകൾ വിശക്കുമ്പോൾ മാത്രമല്ല അവ വേട്ടയാടാറ്. അവയല്ലാത്തപ്പോഴും വേട്ടയാടാറുണ്ട്. വേട്ടയാടുന്നത് അവർക്കൊരു രസമാണ്, അല്ലെങ്കിൽ കടുവകളുടെ ഒരു ഹോബിയാണ്. ഇത്തരത്തിൽ സ്വഭാവമുള്ള കടുവകൾ മനുഷ്യർക്ക് വലിയ അപകടകാരികളായി മാറാറുണ്ട്. യാതൊരു പ്രകോപനവുമില്ലാതെ അവ മനുഷ്യരെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട്.
സാധാരണഗതിയിൽ മനുഷ്യനും കടുവയും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ കടുവകൾ ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകാറാണ് പതിവ്. മറ്റൊന്ന്, പകൽ വെളിച്ചത്തിലോ ആളുകളുടെ മുന്നിലോ സാധാരണഗതിയിൽ കടുവകൾ വേട്ടയാടാറില്ല. കടുവകൾ നരഭോജിയായി മാറുന്നതിന് മുന്നേ വരെയും അവ ഇങ്ങനെ തന്നെയാണ് തുടർന്നു പോകാറ്. അവിടുത്തെ ആളുകൾ ഗുൽബാഗ് എന്ന് വിളിക്കുന്ന വലിയ പുള്ളിപ്പുലികൾ പകൽ സമയങ്ങളിൽ വേട്ടയാടാറുണ്ട്. എന്നാൽ അത് വേട്ടയാടുന്നത് അവരുടെ വനത്തിനുള്ളിൽ വെച്ചാണ്. എന്നാൽ ഒരു കടുവ പകൽ സമയത്ത് വേട്ടയാടുവാൻ തുടങ്ങിയാൽ, മനുഷ്യർക്ക് മുന്നിൽ വെച്ച് അവയെ ഇരയെ ആക്രമിക്കുവാൻ തുടങ്ങിയാൽ അതിന് ഒരർത്ഥം മാത്രമേ ഉള്ളൂ: അവയ്ക്കിപ്പോൾ മനുഷ്യരെ ഭയമില്ല. ഇനി പേടിക്കേണ്ടത് മനുഷ്യരാണ്. കാരണം അവയുടെ വേട്ടയാടലുകൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ഒറ്റയ്ക്കും കൂട്ടമായും അല്ലെങ്കിൽ ആട്ടിടയന്മാരുടെ മുന്നിൽ വെച്ചും ഇങ്ങനെയുള്ള പല പല ശ്രമങ്ങൾ നടത്തും. ആട്ടിടയന്മാരുടെ മുന്നിൽ വെച്ച് തന്നെ അവയുടെ അല്ലെങ്കിൽ അവ കാത്തു സൂക്ഷിക്കുന്ന മൃഗങ്ങളെ അവർ ആക്രമിച്ച് കൊലപ്പെടുത്തും. അവയുടെ ആഹാരമാക്കി മാറ്റുകയും ചെയ്യും. ഇങ്ങനെ തുടരെ അവർ സംരക്ഷിക്കുന്ന മൃഗങ്ങളെ അവ നിസാരമായി കൊന്നു തള്ളുമ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലാവും: ഈ വളർത്തുമൃഗങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്ന മനുഷ്യരും നിസ്സഹായരാണ് തങ്ങൾക്ക് മുന്നിലെന്ന്. ചിലപ്പോൾ ഇടയന്മാർ തങ്ങളുടെ ആടുമാടുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി തങ്ങളുടെ കൂട്ടത്തെ ആക്രമിക്കുന്ന കടുവകൾക്ക് നേരെ വടിയും എടുത്തുകൊണ്ട് അവയെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ ഒരു ശ്രമം നടത്തും. പ്രകോപിതനാകുന്ന കടുവ തിരിച്ചും ആക്രമിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ആക്രമണത്തിൽ ഇടയൻ കൊല്ലപ്പെടും. അങ്ങനെ 1, 2, 3 സംഭവങ്ങൾ നടക്കുമ്പോൾ കടുവയ്ക്ക് ബോധ്യപ്പെടും മനുഷ്യർ തങ്ങളെക്കാൾ വീക്കാണെന്നും അവരെയും നമുക്ക് കൊലപ്പെടുത്തി തിന്നാമെന്നും. തലേ ദിവസം എൻ്റെ വീടിൻ്റെ വാതിക്കലിലെ മുട്ട് കേട്ടാണ് ഞാൻ ഉണർന്നത്. ഞാൻ പതിയെ പുറത്തേക്ക് എത്തിയപ്പോൾ എന്നെ കാത്ത് കനയ്യ നിൽപ്പുണ്ടായിരുന്നു. അവനൊരു സൈക്കിളിലാണ് ഇപ്രാവശ്യം അവിടെ എത്തിയത്. തലേന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു വാടകയ്ക്ക് ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന്. അതവൻ പാലിക്കുകയും ചെയ്തു. അന്നത്തെ ദിവസം എനിക്ക് ഇൻഫൻട്രി സ്കൂളിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അവിടെ എനിക്ക് കുറച്ചധികം ജോലി ചെയ്തു തീർക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കാറും എടുത്തുകൊണ്ട് ഇൻഫൻട്രി സ്കൂളിലേക്ക് പോയി. ഞാൻ അവിടുത്തെ ജോലികളെല്ലാം തീർത്ത് പലാഷ്കട്ടിലെത്തുമ്പോഴേക്കും നല്ലപോലെ താമസിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലിഷ്കാട്ടിലേക്ക് എനിക്ക് മുന്നേ കനയ്യയോട് പോകുവാൻ ഞാൻ ആവശ്യപ്പെട്ടത്. പലിഷ്കാട്ടിൽ ഞാൻ എത്തിയപ്പോഴേക്കും 4 മണി കഴിഞ്ഞിരുന്നു. പിന്നെ അവിടെ എനിക്ക് ചെയ്തു തീർക്കുവാൻ അധികം സമയമൊന്നും കിട്ടില്ലെന്ന് വളരെ ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ കടുവയുടെ ആക്രമണം ഉണ്ടായ സ്ഥലങ്ങൾ കൃത്യമായി കനയ്യ പരിശോധിക്കുകയും റിപ്പോർട്ടുകളെല്ലാം ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ അവൻ ശേഖരിച്ച വിവരങ്ങൾ വളരെ കൃത്യമായും വ്യക്തമായും എന്നെ അറിയിച്ചു. ഞാൻ ഇപ്പോഴും അവിടേക്ക് എത്തിയപ്പോൾ അന്ന് രാത്രിയിൽ അവിടെ തങ്ങുവാൻ വേണ്ടിയുള്ള ചായയോ ബിസ്ക്കറ്റോ ഞാൻ കൂടെ കരുതിയിരുന്നില്ല. എന്നാൽ അതൊന്നും ആയിരുന്നില്ല എന്നെ വിഷമിപ്പിച്ചിരുന്നത്. അന്നത്തെ രാത്രിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. ഈ രാത്രിയിൽ കമ്പളമില്ലാതെ ആ മച്ചാനിൽ ഇരിക്കുക എന്നത് എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്ന ഒന്നായിരുന്നില്ല. ഞാനിട്ടിരിക്കുന്ന വസ്ത്രവും അതിനനുയോജ്യമായ ഒന്നായിരുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ നിൽക്കുന്ന ആ ഗ്രാമത്തിലെ ആരുടെയും കയ്യിൽ നിന്നെങ്കിലും ഒരു പുതപ്പ് കടമായി മേടിക്കാമെന്ന് കരുതിയാൽ അതും നടക്കില്ല. കാരണം ഇതൊരു പാവപ്പെട്ട ഗ്രാമമാണ്. അവിടെ ആരുടെയും കയ്യിൽ 2 പുതപ്പ് എടുക്കുവാനില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതപ്പ് പോലും അവരുടെ കൈവശം എടുക്കുവാൻ ഉണ്ടാകില്ല. ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും ഒരു പുതപ്പ് കടമായി വാങ്ങിയാൽ ഇന്നത്തെ രാത്രിയിലത്തെ തണുപ്പ് മുഴുവൻ അയാൾ കൊള്ളണ്ടായി വരും. അതുമാത്രമല്ല, പാവപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ പലർക്കും പുതപ്പുകളില്ല. അവർ വിറകുകൾ കൂട്ടിയിട്ട് തീ കത്തിച്ച് അതിൻ്റെ അരികിൽ ചുരുണ്ടുകൂടിയാണ് അവർ കിടന്നുറങ്ങുന്നത്. ഇങ്ങനെ അതിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പലപ്പോഴും പല കുട്ടികൾക്കും പൊള്ളലുകൾ ഏൽക്കാറുണ്ട്. അങ്ങനെയുള്ള വാർത്തകളും അവിടെ ഞാൻ കേട്ടിട്ടുണ്ട്. മച്ചാൻമേൽ കയറിയിരുന്ന് കടുവയ്ക്ക് വേണ്ടി കെണിവെച്ച് കാത്തിരുന്ന് അവയെ വെടിവെച്ചു കൊല്ലുന്ന കഥകൾ കേൾക്കുവാൻ എല്ലാവർക്കും നല്ല രസമായിരിക്കും. എന്നാൽ അതിനെ വെടിവെച്ച് കൊല്ലുന്നവർക്ക് അത്രയ്ക്ക് രസകരമൊന്നുമല്ല. അവർ ആ ഒരു ഘട്ടത്തിന് തയ്യാറെടുക്കുന്നത് പല യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചു കൊണ്ട് തന്നെയാണ്. എന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഇത്രയും യാതനകൾ ഞങ്ങളെപ്പോലുള്ള വേട്ടക്കാർ എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ഒരിഷ്ടമാണ്, ഒരു ഹരമാണ്. അതിലുപരി മനുഷ്യരോടുള്ള കരുതൽ കൂടിയാണ്. അന്നത്തെ രാത്രിയിൽ ആ മച്ചാനിൽ കഴിച്ചു കൂട്ടുവാൻ ബിസ്ക്കറ്റോ ചായയോ പുതപ്പോ വസ്ത്രമോ ഇല്ലെങ്കിൽ പോലും ആ തണുപ്പത്ത് ആ കടുവയെ കൊല്ലുവാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അത്രയും അസൗകര്യമായ രാത്രിയിൽ ആ കടുവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ ഒരു രസമുണ്ടെന്ന് ഞാൻ കരുതുന്നു.
സംഭവ സ്ഥലത്ത് നിന്നും കാറും അതുപോലെ തന്നെ ആളുകളെയും മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. കനയ്യ കൊണ്ടുവന്ന എരുമക്കുട്ടിയെ സുരക്ഷിതമായി അവിടെ കെട്ടിയിട്ടു. അതിനുശേഷം രണ്ടുപേരെ അന്ന് കാവൽ നിർത്തി. ബാക്കിയുള്ളവരെ എല്ലാം ഞാൻ എൻ്റെ പഴയ ഫോർഡ് കാറിൽ കയറ്റി പലാഷ് കോട്ടയിലേക്ക് പുറപ്പെട്ടു. ഞാൻ അവരുടെ ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ എനിക്കിരിക്കുവാൻ വേണ്ടി ആ ഗ്രാമത്തിലുള്ള ഒരേ ഒരു കസേര അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡ് ആയിരുന്ന ബിർജയുടെ വീടിന് മുന്നിലിട്ടു. അവിടെ മുഴുവൻ ആളുകളും കൂടി. ഞാൻ വരുന്നത് കാത്ത് അവർ എന്നെ കാത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഞാൻ അവിടെ എത്തി ആളുകളുമായി സംസാരിച്ചു, ചർച്ച ചെയ്തു. സമയം ഒരുപാട് മുന്നിലേക്ക് പോയി. നിഴലുകൾ നീണ്ടു തുടങ്ങി. അതായത് സൂര്യൻ അസ്തമിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തത് മുഴുവൻ ആ കടുവയുടെ ആക്രമണ രീതികളെ പറ്റിയായിരുന്നു. ഈ കടുവ ഒരിക്കലും ഒരു വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും പരിക്കേറ്റ കടുവയല്ല. കാടിനുള്ളിൽ ഇരയെ പിടിക്കുവാൻ ശേഷിയില്ലാത്ത വൃദ്ധനോ അല്ലെങ്കിൽ പരുക്ക് പറ്റിയവനോ ആയ കടുവയല്ല. കാരണം സാധാരണയായി നീലക്കാളകളെയോ മാനുകളെയോ കാട്ടുപന്നികളെയോ പിടിക്കാൻ ശേഷിയില്ലാത്ത കടുവകൾ കാടിറങ്ങി കാടിന് പുറത്തേക്ക് വരും. ബഫർ സോണിലേക്കോ അല്ലെങ്കിൽ ഗ്രാമത്തിന് അടുത്തെവിടെയെങ്കിലും ആയിരിക്കും അവർ തമ്പ് ചെയ്യുന്നത്. അതിനുശേഷം അവിടേക്ക് കടന്നു വരുന്ന വളർത്തു മൃഗങ്ങളെ അവർ അനായാസേന പിടികൂടുകയും അവർ ഭക്ഷണമാക്കുകയും ചെയ്യും. എന്നാൽ ഇവിടുത്തെ ആളുകൾ പറഞ്ഞതനുസരിച്ച് വളരെ ധീരനും വലിയ ശക്തിയും വലിയ വലിപ്പവുമുള്ള കടുവയാണ്. ഇനിയും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. എൻ്റെ അറിവനുസരിച്ച് ഈ വനത്തിൽ മാനുകളോ കാട്ടുപന്നികളോ ഉണ്ടായിരുന്നില്ല. കാരണം അവയെല്ലാം ഇവിടുത്തെ ആളുകൾ വേട്ടയാടി. വനത്തിൽ അപൂർവമായി മാത്രമേ നീലക്കാളകളെ പോലും കാണാൻ കഴിയുമായിരുന്നുള്ളൂ. വേട്ടയാടൽ നിരോധനം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അത് വേണ്ടത്ര നടപ്പിലാക്കിയിരുന്നില്ല. ആളുകൾ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. മറ്റൊന്ന്, തങ്ങളുടെ വിളകളെ മൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ ഇവിടെ ധാരാളം ആളുകൾക്ക് തോക്കിന് ലൈസൻസ് നൽകിയിരുന്നു. വിളകൾക്ക് നാശനഷ്ടം വരുത്തുന്നത് വളർത്തുമൃഗങ്ങളാണെങ്കിൽ പോലും കുറ്റം വരുന്നത് ഇവിടുത്തെ കാട്ടുമൃഗങ്ങളുടെ മേലെയാണ്. ഇവിടെ ഈ ഗ്രാമത്തിന് ചുറ്റും ധാരാളം വേട്ടക്കാരുണ്ടായിരുന്നു. വേട്ടയാടലായിരുന്നു അവരുടെ പ്രധാന വരുമാന മാർഗം. അവർ പലപ്പോഴും സ്വന്തം കാറുകളിലോ അല്ലെങ്കിൽ വാടകയ്ക്കെടുക്കുന്ന കാറുകളിലോ വനത്തിലേക്ക് പോകും. വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന് മുന്നിലോ സ്പോട്ട് ലൈറ്റിന് മുന്നിലോ പെടുന്ന മൃഗങ്ങളെ നിഷ്കർണം വെടിവെച്ചു കൊല്ലും. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ജീപ്പുകൾ മൃഗവേട്ടയ്ക്ക് വളരെ ദോഷകരമായ സംഭാവനയായിരുന്നു നൽകിയിരുന്നത്. കാരണം അവ ഏത് മോശപ്പെട്ട റോഡുകളിലൂടെയും പാഞ്ഞു കയറുമായിരുന്നു. മൃഗങ്ങൾക്ക് ഓടി രക്ഷപ്പെടുവാൻ കഴിയില്ലായിരുന്നു. ജീപ്പുകൾ അവയേക്കാൾ വേഗത്തിൽ ഓടിയെത്തും. ഈ പറയുന്നത് എനിക്കൊട്ടും സന്തോഷകരമല്ല എങ്കിലും ഞാൻ പറയും. വനത്തെ സംരക്ഷിച്ചു നിർത്തുവാൻ ചുമതലയുള്ള ഫോറസ്റ്റ് ഗാർഡുകളും റേഞ്ചർമാര് പോലും ഇത്തരം നിയമവിരുദ്ധ വേട്ടയാടലുകളിൽ പങ്കാളികളാകുകയോ സഹായം നൽകുകയോ ചെയ്യാറുണ്ട്. നീലഗായ് അല്ലെങ്കിൽ നീലക്കാള. ഗായ് എന്നാൽ പശു. ഗായ് എന്ന് ആ മൃഗത്തിന്റെ പേരിന്റെ കൂടെ ചേർത്തത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. മതപരമായ കാരണങ്ങളാൽ ആളുകൾ അവയെ കൊല്ലാൻ ഭയപ്പെട്ടു. നമ്മുടെ കഴിഞ്ഞ കഥയിലും നമ്മൾ നീലഗായ് അല്ലെങ്കിൽ നീലക്കാളയെ പറ്റി വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. നീലഗായ് അല്ലെങ്കിൽ നീലക്കാള ഇതൊരു പശുവോ കാളയോ ഒന്നുമല്ല. ഇത് മാൻവർഗത്തിൽപ്പെടുന്ന ഒരു മൃഗമാണ്. മാനുകളിൽ ഏറ്റവും വലിപ്പമേറിയ മാനുകളുടെ വിഭാഗത്തിൽപ്പെടുന്നു. വാഹനങ്ങളുടെ വരവും കാളവണ്ടികളുടെ സഞ്ചാരവും കാരണം കടുവകൾക്കും പുലിക്കും വനത്തിൽ അവരുടെ സ്വാഭാവികമായ ഇരകളെ കിട്ടാൻ ബുദ്ധിമുട്ടായി. അവ ഒരിക്കലും ഒരു സസ്യാഹാരികളല്ല. അവ മാംസഭുക്കുകളാണ്. അവയ്ക്ക് കഴിക്കാൻ മാംസം തന്നെ വേണം. അപ്പോൾ അവ എന്തു ചെയ്യും? അവ വളർത്തുമൃഗങ്ങളെ കൊല്ലാൻ വരും. ഞാൻ അവിടുത്തെ ആളുകളോട് ഇതെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് കഴിക്കുവാൻ വേണ്ടി ആഹാരവും ചായയും കൊണ്ടുവന്നു. അവിടുത്തെ ഗ്രാമീണരുടെ അതിഥി സൽക്കാരമാണിത്. അവിടുത്തെ ആളുകൾക്ക് സ്വന്തമായി കഴിക്കാൻ ഒന്നും ഉണ്ടാകില്ല എങ്കിലും അവിടേക്ക് കടന്നു വരുന്ന അതിഥികളെ അവർ തീർച്ചയായും സൽക്കരിക്കും. ഞാൻ എനിക്കായി ചായ കൊണ്ടുവന്നവരോട് ഞാൻ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത്. എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു ഫ്ലാസ്ക് നിറയെ ചായ തരുമോ എന്ന്. കാരണം കടുവവേട്ടയ്ക്ക് മച്ചാണിലിരിക്കുമ്പോൾ ചായയാണ് ഏറ്റവും നല്ലത്. അവയെ കാത്തിരിക്കുമ്പോൾ ഉറക്കം വരാതെ അത് കുടിച്ചുകൊണ്ട് അങ്ങനെ ഉണർന്നിരിക്കുവാൻ സാധിക്കും. ചായയാവുമ്പോൾ തണുത്തു കഴിഞ്ഞാലും അത് കുടിക്കുവാൻ സാധിക്കും. ആരാലും വിളിക്കപ്പെടാതെ ക്ഷണിക്കാതെ ധാരാളം കുട്ടികൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലത്തിന് ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നു. അർദ്ധനഗ്നരായ കുട്ടികൾ. അതിൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി എൻ്റെ അരികിലേക്ക് നടന്നു വന്നു. അവൻ്റെ തൊണ്ട അവൻ ശരിയാക്കി. അതിനുശേഷം അവൻ എന്നോട് ചോദിച്ചു, എനിക്കും ഇന്ന് രാത്രിയിൽ അങ്ങയുടെ കൂടെ ആ മച്ചാണിൽ വന്നിരിക്കാൻ പറ്റുമോ? ആ കടുവയെ കൊല്ലുന്നത് കാണാൻ കഴിയുമോ എന്ന്. ഞാനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു,
നിനക്ക് ചുമ വല്ലതുമുണ്ടോ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ചുമയൊന്നുമില്ല, ഞാൻ പുകയൊന്നും വലിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് ചുമയുമില്ല. എന്നിട്ട് അവനൊന്ന് പൊട്ടിച്ചിരിച്ചു. അപ്പോൾ കനയ്യ അവിടേക്ക് ഓടിയെത്തി. ഇവിടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇവന് നല്ല ചുമയാണുള്ളത്. ഈ രാത്രി മുഴുവൻ ആ മച്ചാനിരുന്നവൻ ചുമച്ച് നമ്മുടെ പ്ലാൻ മുഴുവൻ വെള്ളത്തിലാക്കും. എന്നാൽ എനിക്ക് ആ കുട്ടിയോട് എൻ്റെ കൂടെ വരണ്ട എന്ന് പറയുവാൻ കഴിയില്ലായിരുന്നു. അവൻ്റെ നിഷ്കളങ്കമായ നോട്ടം അതിനെ എന്നെ കൊണ്ട് സാധിപ്പിച്ചില്ല. ഞാൻ അവനോട് പറഞ്ഞു, നീ വീട്ടിലേക്ക് പോയി ഇന്ന് രാത്രിയിൽ മച്ചാനിലിരിക്കുവാൻ വേണ്ടിയുള്ള കുറച്ചു ഭക്ഷണം നിനക്ക് കഴിക്കുവാനും ഒരു കമ്പിളിപ്പുതപ്പും കൊണ്ടുവരാൻ. അവൻ കേട്ട പാതി അവൻ്റെ വീട്ടിലേക്ക് ഓടി. ആ കുട്ടി ഓടിയ പുറകെ ആളുകൾ എന്നോട് പറഞ്ഞു, അവൻ്റെ പേര് ബല്ലു എന്നാണ്. ഈയിടെയാണ് അവൻ വളർത്തിയ അവൻ്റെ കാളകളിൽ ഒന്നിനെ ആ കടുവ കൊന്നത്. ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും അവിടേക്ക് ഇരുട്ട് കടന്നു വന്നിരുന്നു. ഞാൻ പോകാനായി തയ്യാറെടുത്തു. അപ്പോഴേക്കും നമ്മൾ മുന്നേ പറഞ്ഞ ഫോറസ്റ്റ് ഗാർഡായ ബിർജ തൻ്റെ വീട്ടിലേക്ക് കയറുകയും അതിനുള്ളിൽ നിന്നും ഒരു പുതപ്പെടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയും ചെയ്തു. ബിർജ പറഞ്ഞു, രാത്രിയിൽ വളരെ തണുപ്പായിരിക്കും സാർ, പുതപ്പില്ലാതെ കഴിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, തണുപ്പ് വന്നാൽ വരട്ടെ, നിങ്ങളുടെ പുതപ്പ് എനിക്ക് തന്നിട്ട് ഈ രാത്രിയിൽ തണുത്തു വിറച്ചുറങ്ങുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾ കെട്ടിയിട്ട എരുമയെ കടുവ കൊന്നിട്ട് ഞാൻ ഉറങ്ങുന്നത് എനിക്കിഷ്ടമല്ലെന്നും ഞാൻ പറഞ്ഞു. പക്ഷേ ബിർജ പറഞ്ഞു, സാർ, നല്ല തണുപ്പുണ്ടാവും, എരുമയെക്കുറിച്ച് ഞങ്ങൾക്ക് വിഷയമില്ല, ഞങ്ങളുടെ ധാരാളം എരുമകളെ ആ കടുവ നേരത്തെയും കൊന്നിട്ടുണ്ട്. ഈ പുതപ്പ് എനിക്ക് ഉപയോഗമില്ലാത്ത ഒന്നാണ് സാർ. എൻ്റെ മകൾ മരിച്ചതിന് ശേഷം ഞാൻ ഈ പുതപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നന്ദിയോടെ ഫോറസ്റ്റ് ഗാർഡിൻ്റെ കയ്യിൽ നിന്നും ആ പുതപ്പ് വാങ്ങുകയും കനയ്യയുടെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്തു. കാരണം കനയ്യയാണ് എൻ്റെ റൈഫിലും ടോർച്ചും എല്ലാം കൊണ്ടുപോകുന്നത്. ബല്ലുവും കനകയെയും ആ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് നടന്നുപോയി. അതായത് നമ്മൾ മച്ചാൽ കെട്ടിയ ആൽമരത്തിൻ്റെ അരികിലേക്ക്, ആ ട്രാക്ക് ജംഗ്ഷൻ്റെ അരികിലേക്ക്. ബല്ലുവിൻ്റെ കയ്യിൽ ചായയുടെ ഫ്ലാസ്ക് ആണുള്ളത്. ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ അവർക്കൊപ്പം നടന്നു. അങ്ങനെ ആൽമരത്തിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഞാനും കനയ്യയും ഒരു കാര്യം ശ്രദ്ധിച്ചു. ഞങ്ങളുടെ പ്ലാനിൽ എന്തോ പിശക് പറ്റിയതുപോലെ എനിക്ക് തോന്നി. ഞാൻ കനയ്യയെ ഒന്ന് നോക്കുകയും കനയ്യ തിരിച്ച് എന്നെ നോക്കുകയും ചെയ്തു. ഞങ്ങൾ ചിന്തിച്ചത് ഒരേ കാര്യം തന്നെയാണ്. ആൽമരത്തോട് ചേർന്ന് തന്നെയാണ് ആ എരുമയെ കെട്ടിയിരിക്കുന്നത്. എന്നാൽ എരുമയെ കെട്ടിയതിന് തൊട്ടടുത്താണ് ആ മുൾപടർപ്പുകൾ വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുള്ളത്. ഞങ്ങൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഇനിയും കടുവ കടന്നു വരുന്നത് ആ കുറ്റിക്കാടിനുള്ളിൽ നിന്നുമാണെങ്കിൽ ഞാൻ കാണുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ എൻ്റെ തോക്കിൽ നിന്നും ഷോട്ട് പായുന്നതിന് മുന്നേ തന്നെ എരുമയെ കൊന്നുകൊണ്ട് കുറ്റിക്കാടിനുള്ളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകും. എനിക്ക് വെടിവെക്കുവാനുള്ള ഒരു അവസരം പോലും ലഭിക്കില്ല. 15-20 വാര അകലെ മൃഗങ്ങൾ സാധാരണയായി കടന്നു പോകുന്ന ഒരു വഴിയുണ്ട്. അവിടെ കുറ്റിയടിച്ച് ആ എരുമയെ അവിടെ കെട്ടാൻ സാധിച്ചാൽ അതിന് ചുറ്റും 10 വാര അകലെ മറ്റൊന്നുമില്ല. ഏതു വഴി കടുവ അവിടേക്ക് വന്നാലും അവനെ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. ഞാൻ ആ എരുമയെ കെട്ടുവാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് മുൾച്ചെടിയുടെ ഒരു വരം ഉണ്ടായിരുന്നു. ഞങ്ങളത് വെട്ടിമാറ്റി. ഞങ്ങൾ വെട്ടിമാറ്റിയ മുൾച്ചെടികൾ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ആ സ്ഥലം പഴയതുപോലെ തന്നെയാക്കി. അതിനുശേഷം അവിടെ കുറ്റിയടിച്ച് ആ എരുമയെ വലിയൊരു കയർ ഉപയോഗിച്ച് ബന്ധിച്ച് അവിടെ കെട്ടിയിട്ടു. അതിന് സുഖമായി നടക്കുവാനും ഇരിക്കുവാനും പാകത്തിലായിരുന്നു ഞങ്ങൾ ആ എരുമയെ അവിടെ കെട്ടിയത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവിടേക്ക് പൂർണ്ണമായും ഇരുട്ട് കടന്നു വന്നു കഴിഞ്ഞിരുന്നു. ചന്ദ്രന്റെ നിലാവ് മാത്രമായിരുന്നു ഞങ്ങൾക്ക് പിന്നീട് വെളിച്ചം പകർന്നു നൽകിയത്. രാത്രി മുഴുവൻ ഈ നിലാവ് ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. ഈ തെളിഞ്ഞ അന്തരീക്ഷവും ഈ നിലാവിന്റെ വെളിച്ചത്തിലും അവിടേക്ക് കടന്നു വരുന്ന കടുവയെ വളരെ വ്യക്തമായി തന്നെ എനിക്ക് കാണാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഞാനും ബല്ലുവും ആ മരത്തിലേക്ക് വലിഞ്ഞു കയറി അവിടെ ഉണ്ടാക്കിയ മച്ചാനിലേക്ക് ഇരിപ്പുറപ്പിച്ചു. കനകയോട് അവസാനമായി എല്ലാം നല്ലപോലെ പരിശോധിച്ചതിന് ശേഷം അവിടെ നിന്ന് പൊയ്ക്കോളുവാൻ ഞാൻ പറഞ്ഞു. രാത്രിയിൽ ഞാൻ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ നേരം പുലർന്ന് എന്നെ വിളിക്കുവാൻ വേണ്ടി വരുമ്പോഴോ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം വെടിയേറ്റ മൃഗം പൂർണ്ണമായും ചത്തില്ല എങ്കിൽ അവൻ അത്യധികം അപകടകാരിയായി മാറും. നിങ്ങൾ എന്നെ വിളിക്കുവാൻ വേണ്ടി ഇവിടേക്ക് വരുമ്പോൾ നിങ്ങളെ അവൻ അവൻ്റെ ഇരയാക്കി മാറ്റും. ഇതെല്ലാം കനയ്യയ്ക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടി അവനോട് പറഞ്ഞതിന് ശേഷം അവൻ അവിടെ നിന്നും തൻ്റെ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അവൻ പോയ പുറവിന് ഞാൻ ആൽമരത്തിലേക്ക് എൻ്റെ മുതുക് ചാരി വെച്ച് ഉറപ്പിച്ചിരുന്നു. എൻ്റെ കൈവശം ഉണ്ടായിരുന്ന പൈപ്പ് കത്തിച്ച് ഞാൻ വലിച്ചു. കടുവ വേട്ടയ്ക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുമ്പോൾ പുക വലിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. എന്നാൽ ആ പുക വലിക്കുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചം പുറത്തേക്ക് കാണാതിരുന്നാൽ മാത്രം മതി. ഞാൻ ഒരു തവണ മാത്രമേ ഈ പൈപ്പ് കത്തിച്ച് വലിക്കാറുള്ളൂ. അത് കെട്ടുകഴിഞ്ഞാൽ പിന്നെ ഞാനത് കത്തിക്കാൻ പോകാറില്ല.
അങ്ങനെ കിട്ടുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മണം കടുവകൾക്കോ പുലികൾക്കോ കിട്ടാറില്ല. കാരണം കടുവകൾക്കും പുലികൾക്കും താരതമ്യേന ഘ്രാണശക്തി കുറവാണ്. നിങ്ങൾ സിഗരറ്റ് കത്തിച്ച് വലിക്കുകയാണെങ്കിൽ അത് കാണാൻ സാധ്യതയുണ്ട്, കാരണം അതിൻ്റെ കാഴ്ചശക്തി വളരെ കൂടുതലാണ്. മറിച്ച് പൈപ്പ് കത്തിച്ച് വലിക്കുകയാണെങ്കിൽ അത് കാണാൻ സാധ്യത കുറവാണ്, കാരണം അതിൽ തീപ്പൊരി കാണില്ല. ബെല്ലു എൻ്റെ അരികിൽ കാല് മടക്കിയിരുന്നു. ഞാൻ അവനോട് കൊണ്ടുവന്ന ആഹാരം എടുത്ത് കഴിക്കുവാൻ പറഞ്ഞു. കാരണം കുറച്ചുകൂടി കഴിച്ചു കഴിഞ്ഞാൽ ആ കടുവ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചവയ്ക്കുന്ന ശബ്ദം അവന് കേൾക്കുവാൻ സാധിക്കും. അതോടെ കടുവയ്ക്ക് കാര്യം മനസ്സിലാകും. കുറച്ചു സമയം ഞാൻ പതിയെ അവനോട് സംസാരിച്ചു. പിന്നെ രാത്രിയിലത്തെ കാത്തിരിപ്പിനായി തയ്യാറെടുത്തു. സൂക്ഷ്മയുള്ള കണ്ണുകളും ശ്രദ്ധയുള്ള കാതുകളുമായി തികഞ്ഞ നിശബ്ദതയോടെ ഞങ്ങൾ അവിടെ കാത്തിരുന്നു. തുറന്ന ഇടതൂർന്ന വനത്തിൽ രാത്രിയിൽ ഇരിക്കുന്നത് ഒരു വിസ്മയകരമായ അനുഭവമാണ് നൽകുന്നത്. പക്ഷികൾ അവയുടെ കൂട്ടിലേക്ക് മടങ്ങിയെത്തും. കുറച്ചുനേരം ചിലച്ചതിന് ശേഷം അവ വിശ്രമിക്കുവാൻ തുടങ്ങും. സൂര്യന്റെ സ്ഥാനത്തേക്ക് ചന്ദ്രനും നക്ഷത്രങ്ങളും വരും. അപ്പോഴേക്കും ഭൂമി മുഴുവൻ തികഞ്ഞ ശാന്തതയിലേക്ക് മാറും. നമുക്ക് ചുറ്റും ചീവീടുകളുടെ വലിയ ഒച്ചകൾ കേൾക്കാം. രാത്രി സഞ്ചാരികളായ പക്ഷികളുടെ കരച്ചിൽ പതിയെ ഉയരാൻ തുടങ്ങും. അങ്ങ് ദൂരെ വനത്തിനുള്ളിൽ നിന്നും ഉള്ളിമാനുകളുടെയും സാമ്പാർ മാനുകളുടെയും അലാറം വിളികൾ കേൾക്കാം. കുരങ്ങന്മാരുടെ കരച്ചിലുകളും കേൾക്കാം. ഇതെല്ലാം ഇവിടേക്ക് വലിയ പൂച്ച കടന്നു വരുന്നുണ്ട് എന്നതിൻ്റെ സൂചനകളാണ്. ഇതുകൂടാതെ മരക്കൊമ്പുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം, ഇലകൾ വീശിയടിക്കുന്ന ശബ്ദം, ഇവയും ഇതിനൊപ്പം ഉയർന്നു കേൾക്കാൻ കഴിയും. നിങ്ങൾ ഇരിക്കുന്നത് ആൽമരത്തിലാണെങ്കിൽ ഇലകളുടെ വലിപ്പം കൊണ്ട് ഇലകളുടെ ശബ്ദം കുറച്ചുകൂടി കൂടുതലായി കേൾക്കാം. പ്ലാവിൻ്റെയും തേക്കിൻ്റെയും മരത്തിൽ ഇത് തന്നെയാണ് അനുഭവം. നിങ്ങൾ വനത്തിൽ ഇതിനു മുന്നേ താമസിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ രാത്രിയിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്കറിയാം. നമുക്ക് ഒരു സമയം വരും. ആ സമയത്ത് മരങ്ങളുടെ കൊമ്പുകൾ ചലിക്കില്ല, ഇലകൾ അനങ്ങില്ല, മൃഗങ്ങൾ അനങ്ങില്ല, ശബ്ദിക്കില്ല. കാട്ടിൽ ഇനിയിപ്പോൾ ആനകളുണ്ടെങ്കിൽ അവയുടെ ചെവികൾ പോലും അനക്കില്ല. പൂർണ്ണമായ നിശബ്ദത. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. വനത്തിൽ ഒരിക്കൽ പോയപ്പോഴായിരുന്നു അത്. ഈ സമയം എത്തുമ്പോൾ നമ്മൾ ശ്വസിക്കുവാൻ പോലും ഭയക്കുന്ന അത്രയും നിശബ്ദതയാണ് നമുക്ക് ചുറ്റും ഉയരുന്നത്. ഒരിക്കൽ ഞാൻ വനത്തിൽ ഉറങ്ങിക്കിടന്നപ്പോൾ എനിക്ക് ഇതുപോലെ അനുഭവിക്കുവാൻ കഴിഞ്ഞു. എൻ്റെ കൈവശം ഉണ്ടായിരുന്ന റൈഫിൾ എടുത്ത് ഉയർത്തുവാൻ പോലും എനിക്ക് കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. എൻ്റെ ഹൃദയമിടിപ്പ് പോലും എനിക്ക് വളരെ വ്യക്തമായി തന്നെ കേൾക്കുവാൻ കഴിഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും എല്ലാം സാധാരണഗതിയിലേക്കായി. ഞാൻ പേടിച്ചില്ല, പക്ഷേ ചില അജ്ഞാതമായ കാരണങ്ങൾ, അതായത് എന്തോ ഒരു ശക്തിയുടെ സാന്നിധ്യം കാരണം എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ ആളുകളിൽ നിന്നും കേട്ടിട്ടുണ്ട്, വനത്തിൽ ഒരു സമയം വരും, പലതരം ആത്മാക്കൾ വനത്തിൽ കറങ്ങാൻ ഇറങ്ങും. അവർ ആകർഷിക്കും, പക്ഷേ കാണാൻ കഴിയില്ല. എന്നാൽ മൃഗങ്ങൾക്ക് അവയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും. അവ ശബ്ദമുണ്ടാക്കുന്നത് നിർത്തും. മനുഷ്യർക്കും ചിലപ്പോൾ അത് അനുഭവിക്കുവാൻ കഴിയും. ആ ആത്മാക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവരുടെ സാധാരണ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. ഈ ചിന്തകളൊക്കെ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ആ താഴെ കെട്ടിയിരിക്കുന്ന എരുമയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് ശാന്തമായി താഴെ ഇരിക്കുകയാണ്. അതിൽ ഭയത്തിൻ്റെതായ യാതൊരു ചലനങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോഴാണ് ബല്ലു എൻ്റെ കൈയിലേക്ക് അവൻ്റെ കൈ വെച്ചത്. അവൻ എന്നെ പതിയെ വിളിച്ചു. അവൻ എൻ്റെ ശ്രദ്ധ കൊണ്ടുപോയത് ഞങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്നും ഏകദേശം 40 വാര അകലെയാണ്. ബല്ലു പതിയെ എന്നോട് പറഞ്ഞു, ഭാഗ്. ഭാഗ് എന്ന കടുവ. റൈഫിൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പതിയെ റൈഫിൾ എടുക്കുകയും എൻ്റെ തോളിലേക്ക് ഉയർത്തി വെക്കുകയും ആ ഭാഗത്തേക്ക് തിരിക്കുകയും ചെയ്തു. എൻ്റെ ഇടത് കൈയിലെ തള്ളവിരൽ ടോർച്ചിൻ്റെ സ്വിച്ചിലായിരുന്നു. എൻ്റെ കണ്ണുകൾ ഇപ്പോൾ പൂർണ്ണമായും കേന്ദ്രീകരിച്ചത് ആ കറുത്ത നിഴലിലും. ആ നിഴൽ പതുക്കെ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ അടുത്തേക്ക് പതിയെ നീങ്ങി വരുന്നുണ്ട്. പതിയെ അതെൻ്റെ ടോർച്ചിൻ്റെ വെട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കഴുതപ്പുലി, വരയൻ കഴുതപ്പുലി. എന്തോ സംശയത്തോടെ ആ കഴുതപ്പുലി ഞങ്ങളിൽ നിന്നും ഏകദേശം 10 വാര അകലെയായി അനങ്ങാതെ നിന്നു. അവനിപ്പോൾ നിന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവൻ ആ എരുമക്കുട്ടിയെ കണ്ടുകൊണ്ടാണ് അവിടെ നിന്നത്. എരുമയും അവിടെ നിന്ന കഴുതപ്പുലിയും മുഖാമുഖം കണ്ടു. എരുമ ചെവി വിടർത്തി കാലുകൾ അല്പം ചലിപ്പിച്ചു, കഴുതപ്പുലിയെ വെല്ലുവിളിക്കുന്നത് പോലെ. എനിക്ക് ഈ കഴുതപ്പുലികളെ ഒട്ടും ഭയമില്ല. അവർ മുട്ടകൾ നശിപ്പിക്കും, എന്തു വേണമെങ്കിലും ചെയ്യും, മനുഷ്യക്കുട്ടികളെ പോലും തട്ടിക്കൊണ്ടുപോകും. ഞാനത് ആ കുട്ടിയോട് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും കഴുതപ്പുലി ചിരിക്കുന്നത് പോലെയുള്ള ശബ്ദമുണ്ടാക്കി. എന്നിട്ട് തിരിഞ്ഞ് കാട്ടിലേക്ക് മറഞ്ഞു.
കുറച്ചു നേരം അതിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. എരുമ വീണ്ടും പുല്ലു തിന്നാൻ തുടങ്ങി. ഒരു പക്ഷേ ആ എരുമ കഴുതപ്പുലിയെ പരിഹസിക്കുകയായിരിക്കണം. ബെല്ലു പതിയെ കഴുതപ്പുലിയെ ഓർത്ത് എന്തോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ചിരി വന്നു. ഞങ്ങൾ ഇവിടെ കടുവയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഉറപ്പായും ആ കഴുതപ്പുലിയെ വെടിവെച്ചു കൊന്നേനെ. വീണ്ടും സമയം മുന്നിലേക്ക് പോയപ്പോൾ ബെല്ലു പതിയെ പതിയെ ഉറക്കത്തിലേക്ക് വീണു. ഞാൻ ഉറങ്ങാതെ ആ കടുവയ്ക്ക് വേണ്ടി അവിടെ കാത്തിരുന്നു. നേരം വെളുക്കുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ബെല്ലുവിനെ എഴുന്നേൽപ്പിച്ചു. പതിയെ ആൽമരത്തിന് താഴേക്ക് ഇറങ്ങുകയും ആ എരുമയെ അടിച്ചുവിടുകയും ചെയ്തു. അതിനുശേഷം പതിയെ ഞങ്ങൾ ഗ്രാമത്തിലേക്ക് നടന്നു. ഞാൻ ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും ബിർജയും കനയ്യയും ബിർജിയുടെ വീട്ടിലിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഗ്രാമം ഉണർന്നു കഴിഞ്ഞിരുന്നു. പ്രായമായ ആളുകൾ മുതൽ ചെറിയ കുട്ടികൾ വരെ എല്ലാവരും അവരുടെ ദിനചര്യകളിൽ ഏർപ്പെട്ടിരുന്നു. ചെറിയ കുട്ടികൾ കളിക്കുന്നു, മരങ്ങളിൽ നിന്ന് പക്ഷികൾ ചിലയ്ക്കുന്നു, സ്ത്രീകൾ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്ന ശബ്ദം എന്നിവയെല്ലാം അവിടെ ഉയർന്നു കേൾക്കാം. അവിടുത്തെ പുരുഷന്മാർ കൃഷി ഉപകരണങ്ങളുമായി വയലിലേക്ക് പോകുവാൻ തുടങ്ങുന്നു. ഇന്നലത്തെ രാത്രിയിൽ ആ കടുവ അവിടേക്ക് വന്നില്ല. ആ കടുവ മറ്റേതോ ദിശയിലേക്ക് വേട്ടയാടാൻ പോയിരുന്നു. ഞാൻ ഇന്നത്തെ ഈ ദിവസം ഈ ഗ്രാമത്തിൽ തന്നെ തങ്ങാൻ തീരുമാനിച്ചു. കനയ്യയോട് സൈക്കിൾ എടുത്തുകൊണ്ട് ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിലേക്ക് പോകുവാനും ഈ വിവരം അറിയിക്കുവാനും പറഞ്ഞു. കടുവയെപ്പറ്റിയുള്ള ഏതെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ പലാഷ്കട്ടിലേക്ക് വിവരം എത്തിക്കാനും അവരോട് പറയണമെന്ന് പറഞ്ഞു. 2 ദിവസത്തിന് ശേഷം കനയ്യ ഒരു വാർത്തയുമായി വന്നു. ആ കടുവ 2 പശുക്കളെ കൊന്നു എന്ന വാർത്തയായിരുന്നു അത്. പലാസ്കട്ട് ഗ്രാമത്തിന് അടുത്ത് വെച്ച് ഒരു പശുവിനെ കൊന്ന് അവിടെ തന്നെ ഇട്ടു. മറ്റൊന്നിനെ കാട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ ആ പശുവിന്റെ ജഡമുള്ളത് പാറകെട്ടുകൾ നിറഞ്ഞ ഒരു ചോലയുടെ അടുത്ത് കുറ്റിക്കാടിനുള്ളിലാണ്. അതിന്റെ പിൻകാലുകളിൽ നിന്നും കുറച്ച് മാംസം അവൻ കഴിച്ചിട്ടുണ്ട്. അവൻ ആദ്യം കൊന്നിട്ട പശുവിനെ അവൻ തൊട്ടിട്ടില്ല. ഞാൻ ആ പശുവിനെ ഇലകൾ കൊണ്ട് മൂടി. കഴുകന്മാർ വന്ന് തിന്നാതിരിക്കുവാൻ വേണ്ടി ഒരാളെ അവിടെ കാവലം നിർത്തിയിട്ടുണ്ട്. താൽക്കാലികമായ ഒരു മച്ചാൻ ഉണ്ടാക്കിയാണ് അവനെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. മറ്റേ പശുവിനെ കൊണ്ടുപോയ സ്ഥലത്ത് മച്ചാൻ ഉണ്ടാക്കാൻ പറ്റിയ മരങ്ങളൊന്നുമില്ലായിരുന്നു. അവിടെ നിറയെ കരിങ്കൊച്ചി കുറ്റിച്ചെടികളാണ് ഉള്ളത്. ആ സ്ഥലം പലാഷ്കാട്ടയിൽ നിന്നും ഏകദേശം 1.5 മൈൽ അകലെയാണ്. കനയ്യ പറഞ്ഞു. ഞാൻ അവിടെ പോയിരുന്നു. ഞാൻ ആ കാലടയാളങ്ങൾ വ്യക്തമായി തന്നെ പരിശോധിച്ചു. അതാ വലിയ ആൺകടുവയുടെ കാലടയാളം തന്നെയാണ്. എൻ്റെ അരികിലേക്ക് ഒരു വൃദ്ധയായ സ്ത്രീ കരഞ്ഞുകൊണ്ട് വന്നിരുന്നു. ഞാൻ കനയ്യയോട് ചോദിച്ചു, ഇവരാരാണെന്ന്. കനയ്യ പറഞ്ഞു, ഈ സ്ത്രീയുടെ പശുക്കളെയാണ് ആ കടുവ കൊന്നത്. 2 പശുക്കളെയും ആ കടുവ കൊന്നു. ഇവരുടെ കുട്ടികളെ പോലെ നോക്കിയ പശുക്കളായിരുന്നു അത്. അതുകൊണ്ടാണ് അവർ ഇത്രയും കരയുന്നത്. ഇവരും ഞങ്ങൾക്കൊപ്പം വന്നിരുന്നു ആ പശുവിനെ തേടി കണ്ടുപിടിക്കുവാൻ വേണ്ടി. ഞാൻ കനയ്യയോട് പറഞ്ഞു, അവന് ഒരു പശുവിനെ മാത്രമായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. എന്നാൽ അവൻ 2 പശുക്കളെ കൊന്നിരിക്കുന്നു. എന്തിനായിരിക്കും? ഒരു പക്ഷേ അവൻ പിന്നീട് വന്ന് മറ്റേതിനെ ഭക്ഷിക്കാം. അതിന് സാധ്യതയില്ലാതില്ല. കനയ്യ പറഞ്ഞു. അത് ശരിയാണ് സാർ. പാറക്കെട്ടുകളുള്ള ചോലയ്ക്കടുത്ത് കുറ്റിക്കാട്ടിലാണ് അവൻ 2ാമത്തതിനെ ഒളിപ്പിച്ചിരിക്കുന്നത്. അതിനടുത്താണ് നമുക്ക് യാതൊരു മരവും കണ്ടെത്താൻ കഴിയാഞ്ഞത്. എന്നാലും ഞാൻ ശ്രമിക്കാം അവിടെ ഒളിച്ചിരിക്കുവാൻ നമുക്ക് പറ്റി എന്തെങ്കിലും സ്ഥലമുണ്ടോ എന്ന്. ഞാൻ അവനോട് പറഞ്ഞു, ഇന്ന് പൂർണ്ണമായും ചന്ദ്രൻ ആകാശത്തിലുണ്ടാകും. വെളിച്ചം കൂടുതലായിരിക്കും. നമ്മുടെ ചെറിയ ചലനങ്ങൾ പോലും അവൻ്റെ മൂർച്ചയുള്ള കണ്ണുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. നിലത്തിരുന്നാൽ ഒട്ടും അനങ്ങാതെ ശ്രദ്ധയോടെ വേണം ഇരിക്കാൻ. അങ്ങനെയുള്ള ഒരു സ്ഥലം വേണം കണ്ടെത്താൻ. എനിക്ക് മഹുവിൽ താമസിക്കുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവന് കടുവയെ വേട്ടയാടുവാൻ വലിയ താല്പര്യമായിരുന്നു. അവൻ്റെ ലക്ഷ്യവും തെറ്റിയിരുന്നില്ല. അവനെ ഈ കഥയിൽ ഞാൻ ബി എന്ന് വിളിക്കാം. ഞാൻ അവൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അവൻ എൻ്റെ കൂടെ വരാമെന്ന് സമ്മതിച്ചു. ഇനി നമ്മൾ പോകുന്നത് കടുവ കൊന്ന ആദ്യ പശുവിൻ്റെ അടുത്തുള്ള മച്ചാനിലേക്കാണ്. ഞാനും കനയ്യയും ബിയും ഉച്ചയ്ക്ക് 4 മണിക്ക് തന്നെ പലാഷ്കട്ടിലേക്ക് എത്തിയിരുന്നു. ഞാൻ എൻ്റെ ഫോർഡ് കാറ് അടുത്ത് നിർത്തി. ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ തീരുമാനിച്ച സ്ഥലങ്ങളിലേക്ക് എത്തി. ഞങ്ങൾ ആദ്യം ചെന്നത് കടുവ കൊന്നിട്ട ആ പശുവിൻ്റെ അടുക്കിലേക്കാണ്. ആ താൽക്കാലികമായി കെട്ടിയിട്ട മച്ചാൻ്റെ അടുക്കിലേക്ക്. അവിടെ 2 പേർ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാര്യം തിരക്കി. ഉച്ചയ്ക്ക് കടുവയുടെ ശബ്ദം കേട്ടിരുന്നു. ശബ്ദം കേട്ടത് കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 1000 വാര അകലെ നിന്നുമാണ്. ആ കാവൽക്കാരൻ ഞങ്ങളോട് പറഞ്ഞു. ഞാൻ പതിയെ ചത്തുകിടക്കുന്ന പശുവിൻ്റെ അരികിലേക്ക് പോയി. കഴുത്തൊടിച്ചാണ് കൊന്നിരിക്കുന്നത്. തല പിന്നിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു. കഴുത്തിൽ 4 ഇഞ്ചോളം വലിപ്പമുള്ള 2 വലിയ ദ്വാരങ്ങളുണ്ട്. എൻ്റെ കൂടെ വന്ന എൻ്റെ സുഹൃത്ത് ബി മച്ചാനിൽ കയറിയിരുന്നു.
അവനെ ദൂരെ നിന്ന് കാണാത്ത രീതിയിൽ ഇലകളും ചില്ലകളും കൊണ്ട് അവൻ ഇരിക്കുന്ന സ്ഥലം മറച്ചു. എന്നിട്ട് ഞാൻ കനയ്യയോട് പറഞ്ഞു, നമുക്കിനി മറ്റേ പശുവിന്റെ അരികിലേക്ക് പോകാം. ബാക്കിയുള്ളവരോട് മരത്തിന്റെ അരികിൽ തന്നെ കാവൽ നിൽക്കാൻ പറയും. ഞാൻ എൻ്റെ റൈഫിൾ എടുത്തു. കനകയ്യയുടെ കയ്യിൽ ടോർച്ചും കൊടുത്തു. ഞങ്ങൾ പതിയെ മുന്നിലേക്ക് നീങ്ങി. രണ്ടാമത് ആ കടുവ പിടിച്ചുകൊണ്ടുപോയ പശുവിന്റെ അരികിലേക്ക് നടന്നു പോകുമ്പോഴും ഞങ്ങൾ ചെവികൾ അവിടേക്ക് കൂർപ്പിച്ചു വെച്ചാണ് നടന്നിരുന്നത്. കാരണം ആ പശുവിന്റെ അരികിൽ നിന്നും ഇല്ലുകൾ കടിച്ചു പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ വേഗം ഒരു ഏറ്റുമുട്ടലിന് അത് സാധ്യതയൊരുക്കും. ഞങ്ങളിപ്പോൾ വേട്ടയാടാൻ പോകുന്ന ഈ കടുവ വളരെ മോശമായ ഒരു കടുവയാണ്. വിചിത്രമായ സ്വഭാവത്തിനുടമയാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പതിയെ നടന്ന് കനയ്യ ആ ചത്തുകിടക്കുന്ന പശുവിന്റെ അരികിൽ എന്നെ കൊണ്ടെത്തിച്ചു. അവൻ ആ കുറ്റിക്കാടുകൾ പരതി. അവിടെ പശുവിന്റെ ശവം ഉണ്ടായിരുന്നില്ല. ആ കടുവയുടെ കാലടയാളങ്ങളായിരുന്നു പകരം ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത്. പിന്നെ വലിച്ചിരിച്ചു കൊണ്ടുപോയ പാടും. ഞങ്ങൾ ഇരുവരും പരസ്പരം മുഖാമുഖം നോക്കി. അതിനുശേഷം തീരുമാനിച്ചു, ആ വലിച്ചിടിച്ചു കൊണ്ടുപോയ പാടും കടുവയുടെ ട്രാക്കും പിന്തുടർന്നുകൊണ്ട് അതിന്റെ പുറകെ തന്നെ പോകുവാൻ. അങ്ങനെ ഞങ്ങൾ ആ വലിച്ചിടിച്ച പാടിനെ പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് നടന്നു നീങ്ങി. അത് ഞങ്ങൾ ഏകദേശം 100 വാര അകലേക്കാണ് കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾ പരതി ആ പശുവിന്റെ ജഡത്തിന്റെ അരികിലേക്ക് എത്തി. കുറ്റിക്കാടുകൾക്കിടയിൽ ആ പശുവിന്റെ ജഡം കണ്ടെത്തുകയും ചെയ്തു. കനിയ പറഞ്ഞു, ദാണ്ടെ ഇവിടെ കിടക്കുന്നു ആ പശുവിന്റെ ജഡം. 2 വലിയ പാറക്കല്ലുകൾക്കിടയിൽ കുറ്റിക്കാടുകൾ കൊണ്ട് മൂടിയ നിലയിലാണ് പശു കിടന്നിരുന്നത്. ഞങ്ങൾ ശ്രദ്ധയോടെ നോക്കി. പക്ഷേ കടുവ അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചുറ്റുപാടും പരതി. ഞാൻ എൻ്റെ തോക്കിലേക്ക് റൈഫിൾ എടുത്ത് ഉയർത്തി വെച്ചു കഴിഞ്ഞിരുന്നു. ഇനിയും ഏത് നിമിഷവും കാഞ്ചി വലിക്കാൻ തയ്യാറാക്കിയാണ് ഞാൻ അവിടെ നിന്നത്. ഞങ്ങൾ നിൽക്കുന്നിടത്തു നിന്നും കുറച്ച് ദൂരെ മാറി ഒരു കൊമ്പിലായി കുറച്ച് പ്രാവുകൾ ഇരിക്കുന്നത് മാത്രമാണ് ഞങ്ങൾ കണ്ടത്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമന്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.